മാറാട്ടെ. നമ്മൾ ഇന്ന് കുറച്ച് സൗരന്മാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സൗരന്മാര് കടന്നു വരാനുണ്ട്. എങ്കിലും ഉള്ള സൗരന്മാര് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്ഥലം നമ്മൾ അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ. നമ്മുടെ അമിത സിസ്റ്റർ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ഇന്ന് നമ്മുടെ സ്തോത്രം ഒരുക്കത്തോടെ ആയിരിക്കുന്നുണ്ട്. അമിത സിസ്റ്റർ സാക്ഷ്യം പറയുമ്പോൾ അല്ലെങ്കിൽ വചനം പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ കഴിഞ്ഞാലൊക്കെയും എല്ലാ സഹോദരിമാരും പറഞ്ഞത് ഓരോരുത്തരും ജീവിതത്തിൽ പരസ്പരം അത് അനുഗ്രഹമായി തീർന്നു. ഇതുവരെ ദൈവം അങ്ങനെയാണ് ദൈവം നടത്തിയത്. ആ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം അമിത സിസ്റ്റർ വചനം സംസാരിക്കുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒന്നും കൂടി ഒരു പുതുബലം ഒരു പുതുശക്തി തരുവാൻ കർത്താവ് ഇടയാക്കണേ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമിത സിസ്റ്ററിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കേൾക്കുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സ്തോത്രം. ആമേൻ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥനാധ്വനി എന്ന ഓൺലൈൻ മീറ്റിംഗിൽ അല്പസമയം കൂടി വരുവാനും എനിക്ക് ദൈവവചനം പറയുവാൻ ക്രമീകരിച്ചു തന്ന അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠ ദേവദാസൻ ബെൻസൺ പാസ്റ്ററും മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന വിലപ്പെട്ട കർത്തൃദാസി ബിന്ദു സിസ്റ്റർ, ശിഷ്യ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അനുഗ്രഹീത പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ പേര് അമിത. തിരുവനന്തപുരത്ത് ജനിച്ചു. മാതാപിതാക്കൾക്ക് മൂത്ത മകളായി വളർത്തപ്പെട്ടു. കത്തോലിക്ക പാരമ്പര്യത്തിൽ ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്നെ അവിടെ നിന്ന് വിളിച്ചു വേർതിരിച്ചു. 2002 കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിച്ചു. സ്നാനപ്പെടുവാനും തുടർന്ന് 2002 തന്നെ അഭിഷേകം പ്രാപിപ്പാനും ഇടയായി. ഇന്നും മാറാത്ത ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൃപയാൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമുക്ക് അല്പസമയത്തെ അധിക സമയമൊന്നുമില്ല എന്നറിയുന്നു. ഓക്കെ, അല്പസമയത്തെ വചനധ്യാനത്തിനായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനഭാഗമാണ്. സ്തോത്രം. 4-ാം അധ്യായ 4-ാം വാക്യത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. 4-ാം വാക്യം. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഈ വചനഭാഗത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ആമേൻ. അതുപോലെ നമ്മൾ ആമേൻ. സ്തോത്രം. അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ഇത് ഈ ജോസഫിന്റെ ജീവിത ചരിത്രമൊക്കെയും നമുക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമായിട്ടുള്ള കാര്യമാകുന്നു. അപ്പൊ ഇത് ഒത്തിരി നമുക്ക് വിശദമായിട്ട് പറയാനോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്നെ ദൈവാത്മാവ് സ്പർശിച്ച കാര്യമാണ് അതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് തന്നത്. ഒരു ജോസഫ് എങ്ങനെയുള്ളവനായിരുന്നു? ഒരു ദർശനക്കാരനായിരുന്നു, ഒരു സ്വപ്നക്കാരനായിരുന്നു ജോസഫ്. ആമേൻ. സ്തോത്രം. ജോസഫ് സ്വപ്നക്കാരനായിരുന്നുവെങ്കിലും ജോസഫ് കണ്ട ദർശനം ജോസഫിന്റെ ജീവിതത്തിൽ വേഗത്തിൽ തന്നെ അതിന്റെ ഒരു നിവൃത്തി കാണുവാൻ സാധിച്ചിരുന്നു? ഇല്ല, ഒരിക്കലും. അവൻ അനുഭവിച്ച ആ ദർശനം കണ്ടതിന് ശേഷം അവൻ അനുഭവിച്ച കഷ്ടതയുടെ നടുവിൽ എന്നോണം ആയിരുന്നു അവന്റെ ജീവിതം, ജോസഫിന്റെ ജീവിതം മുമ്പോട്ട് പോയത്. ഇവിടെ പറയുന്നു ജോസഫ് ഒരു സ്വപ്നം കണ്ടു. അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു ജോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരെ അറിയിച്ചത് കൊണ്ട് അവർ പിന്നെ അവനെ അധികവും പകച്ചു. ഈ സ്വപ്നവും ദർശനവും ഒക്കെ പറയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാം. നമ്മൾ ഒരു ദൈവത്തിന്റെ ഒരു ദൂത് നമ്മൾ കേട്ടിട്ട് തിരിച്ചു മടങ്ങി വരുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കേട്ട് പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വരുമ്പോൾ, നമ്മൾ ഭവനത്തിൽ വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതുപോലെ തന്നെയാണ് ജോസഫ് ഒരു ദർശനമുള്ളവനായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ. സ്തോത്രം. ജോസഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു. അപ്പോൾ ജോസഫ് തന്റെ സ്വപ്നം സ്വന്തം സഹോദരന്മാരോട് അത് അറിയിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ കറ്റുകൾ, ഇത് 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നാം വയലിൽ കറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. അതായത് ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യോസഫ് നിൽക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ടതില്ല, നമ്മൾ ഒരുപാട് പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന്റെ അകത്തു നിന്ന് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം പറയുവാനായിട്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. ആമേൻ, സ്തോത്രം. അപ്പൊ കറ്റയെ നമസ്കരിക്കുവാനിടയായി. അപ്പൊ ഇത് കേട്ടപ്പോൾ അവൻ സ്വന്തം സഹോദരന്മാർ തന്നെ ഈ ദർശനത്തിന് മുമ്പിൽ അവനെ ഏറ്റവും പകച്ചു, അവരെ നിന്ദിച്ചു. ഇവനെ എങ്ങനെയെങ്കിലും കൊല്ലാം എന്നുള്ള ഒരു അവസ്ഥയിൽ വരെ അവരെ ഗൂഢാലോചനകൾ നടത്തുകയുണ്ടായി. അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെയും മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു, അവനോട്, നീ ഈ കണ്ട സ്വപ്നം എന്താ? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോ അമ്മയും അപ്പനും വരെ മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരു ദർശനത്തിന് മുമ്പിൽ, അല്ല നാം പേഴ്സണലായിട്ട് നമ്മളൊരു ദർശനം കാണുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മളെ തന്നെ അപ്പൊ തന്നെ സമർപ്പിക്കുകയും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു ദൈവിക ദൂത്, ഒരു വാഗ്ദത്തം നമുക്ക് ദൈവം തരികയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ജാഗരിച്ചിരിക്കുകയും ചെയ്യും. പക്ഷേ എന്നാൽ നമുക്ക് ചുറ്റും പ്രതികൂലത്തിന്റെ അവസ്ഥകളാണ് കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ മടുത്തു പോകേണ്ട, നിങ്ങൾ ക്ഷീണിച്ചു പോകേണ്ട, നിങ്ങൾ തളർന്നു പോകേണ്ട. അതിന്റെ നടുവിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. ഇത് ഒത്തിരി ഒന്നും എനിക്ക് നീട്ടിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാര്യം ഈ സ്റ്റോറി, ജോസഫിന്റെ സ്റ്റോറി അറിയാത്തവരായിട്ട് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ആരുമില്ല. എനിക്ക് ഇതിന്റെ മുമ്പിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം. നാം ബൈബിൾ വായിക്കുമ്പോൾ അത് നമ്മൾ വായിക്കുമായിരിക്കാം എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ ഉണ്ട്. 3 കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുപറഞ്ഞ്, എന്താണ് നമ്മളൊരു വചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം അന്വേഷിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട എന്തെങ്കിലും അതിലുണ്ടോ എന്ന് നാം അത് ശോധന ചെയ്യണം. നമ്മളൊരു വചനം വായിക്കുകയാണെങ്കിൽ, അത് കേൾക്കുക ആണെങ്കിൽ ഇപ്രകാരം നമ്മളൊരു തീരുമാനം എടുക്കണം. അടുത്ത 2-ാമത്തെ കാര്യം പറയുന്നത്, ഞാൻ അനുസരിക്കേണ്ട എന്തെങ്കിലും കൽപ്പന അതിലുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിൽ അനുസരിക്കേണ്ട, നമ്മളൊരു വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വചനം പഠിക്കുമ്പോൾ ഒരു വചനം കേൾക്കുമ്പോൾ അതിൽ അനുസരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നാം അതൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. 3-ാമത്തെ കാര്യം, ഞാൻ അനുകരിക്കേണ്ട, ഞാൻ മാതൃകയാക്കേണ്ട എന്തെങ്കിലും കാര്യം അതിലുണ്ടോ എന്ന് നാം നോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ വചനത്തിൽ സ്തോത്രം, നമ്മോട് വചനം എന്ത് പറയുന്നു എന്നുള്ളത്, നമ്മളൊരു വചനം സംസാരിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം, അത് എന്താണ് നമ്മളോട് പറയാനുള്ളത്, ആ വചനത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് നാം നമ്മുടെ ജീവിതത്തിൽ ശോധന ചെയ്തുകൊണ്ടേയിരിക്കണം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, സ്തോത്രം, 9-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ഗോത്രപിതാക്കന്മാർ യോസേപ്പിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നു. അത് വായിക്കണം സിസ്റ്ററെ. 10:9-10. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ അവനോട് കൂടെ സകല സങ്കടങ്ങളും അവനെ വിടുവിച്ചു. മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവൻ കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിൽ നിന്നും തന്റെ സർവ്വഗ്രഹത്തിൽ നിന്നും അധിപതിയാക്കി വെച്ചു. അങ്ങനെ ഇത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ്സ്. ഇത്രയും പറഞ്ഞാൽ മതിയാകും നമുക്ക്. കാര്യം നമ്മൾ ഒരുപാട് ഈ സ്റ്റോറിയൊക്കെയും കേട്ട് അതിന്റെ അകത്ത് കടന്ന് നമ്മൾ ഓരോ മുത്തുകളൊക്കെ നുള്ളിപ്പറക്കി എടുത്ത് അതിൽ വിശ്വാസത്തിൽ നമ്മൾ ഊന്നി ജീവിക്കുന്നവരാ. എന്നാൽ ആമേൻ, സ്തോത്രം, അത് ഒരു ചുരുക്കത്തിലായി ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിന്റെ 9. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ടു, അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു.
എന്നാൽ എങ്ങനെ വിറ്റ് കളഞ്ഞു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ സഹോദരന്മാരൊക്കെയും ഇവനൊരു ദർശനം കണ്ടതിന്റെ പേരിൽ, അവനൊരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ അവനെ കൊണ്ട് പൊട്ടക്കിണറ്റിലിടുകയും ഇശ്മായിലിയർ അവനെ എടുത്തുകൊണ്ടുപോയി വിൽക്കുകയും ചെയ്ത അവസ്ഥ. അത് ഫറവോന്റെ മുമ്പാകെ അവിടെ ചെന്നപ്പോൾ ഫറവോന്റെ മുമ്പാകെ അവന് ദൈവകൃപയും ജ്ഞാനവും കൊടുത്തു. ഇത്യാദി കഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിയാം. ആമേൻ, സ്തോത്രം. എന്നാൽ സമയ ചുരുക്കം കൊണ്ട് ഞാൻ എൻ്റെ ഒരു ജീവിത സാക്ഷ്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് 2 മക്കളാണുള്ളത്. എൻ്റെ രണ്ടാമത് മൂത്ത മോന്റെ പേര് കാലേബ് എന്നും രണ്ടാമത്തെ മോളുടെ പേര് ലിഡിയ എന്നുമാണ്. ആമേൻ, സ്തോത്രം. 2008 ലിഡിയെ ദൈവം എനിക്ക് തന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ലിഡിയയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമേ എന്റെ ജീവിതത്തിലുള്ളൂ. ഞാൻ ലിഡിയ എന്റെ ഉദരത്തിൽ വഹിക്കുമ്പോൾ മുതൽ ആമേൻ, സ്തോത്ര, ശത്രുവായവൻ എന്നോട് ഒത്തിരി പോരാടിയ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ, എനിക്ക് ദൈവം ഒരു പെൺതലമുറയെ തരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നെ ദർശനം കാണിച്ചതാണ്. പക്ഷെ ഞാൻ ഈ ദർശനത്തിനായിട്ട് കാത്തിരുന്നു. പക്ഷെ ഈ ദർശനത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുമ്പോഴും എനിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, ഞാൻ ഡെലിവറി ആകുന്നത് വരെയും എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്റെ ജീവിതത്തിൽ നടന്നത്. സ്തോത്രം, ആമേൻ, സ്തോത്രം. ഞാൻ കയ്പിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയി എന്ന് വേണം പറയാം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, സ്തോത്രം, നിങ്ങളും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പെട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു പ്രത്യാശയില്ലാതെ, ആമേൻ, ഒരു പ്രാർത്ഥന വിഷയത്തിന് മറുപടി ഇല്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി, ഒരു വിടുതലായി തീരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആമേൻ, സ്തോത്രം, പറയുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം, ആമേൻ. അവൾ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ 2008 സ്തോത്രം, കുഞ്ഞുദരത്തിൽ ഉരുവാകുമ്പോൾ അവളുടെ കൂടെ ഒരു ഫൈബ്രോയിഡും കൂടെ വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് ചെക്കപ്പിന് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, ഇത് റിമൂവ് ചെയ്ത് കളയണം, ഇത് അബോർഷനാക്കി കളയണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒരു സമ്മതമല്ലായിരുന്നു. ഒരു ജീവൻ ദൈവമേ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ അതെങ്ങനെ അത് ഇല്ലാതാക്കി കളയുന്നത് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. എന്നാൽ ഞാൻ അവർ തരുന്ന ഗുളികയൊക്കെ കഴിച്ചുവെങ്കിലും അവർ പറയുന്നതൊന്നും ഞാൻ അനുസരിച്ചിരുന്നില്ല. കാര്യം അവർ പറയുന്നത് ഡോക്ടേഴ്സിനൊക്കെയും ചെയ്യുവാനും കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെയും ഒരു പരിധിയുണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിന്റെ ദേശത്ത് ജോലിക്ക് കടന്നു പോകുവാനിടയായി. അപ്പൊ ഞാൻ മൂത്ത കുഞ്ഞിനെ എടുത്ത് എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രഗ്നന്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കടന്നു വരുമ്പോഴത്തേക്ക് അടുത്ത ട്രീറ്റ്മെന്റുകളും എല്ലാം ചെയ്യേണ്ടതുണ്ട്, ഹോസ്പിറ്റലുകളിലൊക്കെയും പോകേണ്ടതുണ്ട്. എന്താണ് അടുത്ത സിറ്റുവേഷൻ ഒന്നും എനിക്ക് അറിയില്ല. എന്നാൽ സ്തോത്രം, ഞാൻ 6 മാസം വരെയും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ അവർ പറയുന്നത് പോലെയൊക്കെ ചെയ്തു. അവര് അവസാനം 5-ാം മാസത്തില് എന്നെ മെഡിക്കൽ കോളേജിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യുവാനിടയായി. എന്നെ ഇവിടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നതാ. അവിടെ ഒരു ഇതിനായിട്ടുള്ള ഒന്നും സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങളുടെ ജീവന ഭീഷണിയാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റ് കൂടെ വളരുന്നുണ്ട്. അത് കുഞ്ഞിന്റെ തലയ്ക്ക് മുകളിലായിട്ടാണ് വളരുന്നത്. കുഞ്ഞ് വളരുന്നതിനൊപ്പം അതും വളരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും കേൾക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടോ നിരാശപ്പെട്ടോ ഞാൻ പോയില്ല. എനിക്കറിയാം എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും എന്നുള്ള ഒരു പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഉള്ളിൽ, എൻ്റെ അകത്തുണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. എന്നിട്ട് എന്നെ ഇവര് മെഡിക്കൽ കോളേജിലോട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് എന്നെ ഇവര് എഴുതി തന്നു. അപ്പൊ ഞാൻ ഒരു പേഴ്സണൽ ഒരു ഡോക്ടറിനെ പോയി കണ്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇത് എടുത്തു കളയണം, ഇത് അബോർഷനാക്കി കളയണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ, ഒരു ആളുടെ ജീവനെങ്കിലും ഞങ്ങൾക്ക് രക്ഷിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഒന്നുകിൽ നീ അത് അങ്ങനെ ചെയ്യണം എന്ത് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും സമ്മതിച്ചില്ല. ആമേൻ, സ്തോത്രം. ഇതുപോലുള്ള അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വിഷയമൊക്കെയും വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്നാൽ ദൈവത്തിന് അതിന് ഒരു വിടുതൽ തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തലമുറയില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് അതിന് ഉത്തരം ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, സ്തോത്രം.
അങ്ങനെ ഞാൻ എൻ്റെ ആറാം മാസക്കാലമായപ്പോൾ ഞാൻ ഭവനത്തിന്റെ അകത്തായിരുന്നപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ദർശനം ഇങ്ങനെയാണ്. സ്തോത്രം. ദർശനം കാണുമ്പോൾ തന്നെ നമ്മൾ പേടിക്കുന്ന ദർശനങ്ങൾ ഉണ്ടാകാം, നമ്മളെ നമ്മളെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ദർശനങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഞാൻ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് അനുഭവം അല്ലായിരുന്നു. ഞാൻ കണ്ടത്, ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ ഞാനും എൻ്റെ കുഞ്ഞും ഒരു വെള്ള തുണിയിട്ട് മൂടി ഒരു സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതായത് ഒരു മരണാവസ്ഥയാണ് ഞാൻ കണ്ടത്. ആമേൻ. സ്തോത്രം. എനിക്ക് ആരോടും പറയുവാനില്ല. സ്തോത്രം. എൻ്റെ മൂത്ത കുഞ്ഞിനെ നോക്കുന്നത് എൻ്റെ അമ്മയും സഹോദരിയുമാണ്. അപ്പൊ എനിക്ക് അവരെ ഒരു വേദനപ്പെടുത്തണമെന്ന് എനിക്കൊരു ആഗ്രഹവുമില്ല. ഞാൻ അവരോട് ഇത് പറഞ്ഞില്ല, ഞാൻ മറച്ചു വെച്ചു. ആമേൻ. സ്തോത്രം. ഞാനിത് വല്ലാതെ ആ സ്വപ്നം കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ തരികയാണെങ്കിൽ ഞാൻ വളർത്തും എന്നുള്ള ഒരു ഒറ്റ വാക്ക് ദൈവത്തോട് ഞാൻ പറഞ്ഞുള്ളൂ. ആമേൻ. സ്തോത്രം. ഞാൻ ഇത് ചെയ്യുകയില്ല, എന്നാൽ കർത്താവെ ഇത് കാണിച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ആമേൻ. അപ്പൊ ഞാൻ അപ്പൊ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറയാനും എനിക്ക് ഒക്കത്തില്ല. കാര്യം വിദൂരത്തിലാണ്. അവന് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ദർശനം കണ്ടു, ഇതുപോലെ ജോസഫിന്റെ അനുഭവം പോലെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ദർശനം കണ്ടു എന്ന് പറയുമ്പോൾ അവർക്കൊരു വേദന ഉണ്ടായി തീരും. ഒറ്റയ്ക്കാണ് താൻ അവിടെ ആയിരിക്കുന്നത്. അപ്പൊ ഒരു വേദനയായി തീരുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞില്ല. ഞാനത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ആമേൻ. ഞാൻ അങ്ങനെ 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 3 ദിവസം ഞാൻ പിന്നിട്ടു. അപ്പോഴത്തേക്ക് 3-ാം ദിവസം രാത്രി 1 മണി ആയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഒരു സ്വപ്നം കണ്ട് എണീറ്റിട്ട് പറഞ്ഞു, അമിത എണീറ്റ്, നീ ഇങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ല, എണീറ്റിരുന്ന് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിക്കുമ്പം രാത്രിയിലാണെങ്കിലും വിളിക്കുമ്പോൾ 1 മണിക്കാണെങ്കിലും ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആരെന്നെ എഴുന്നേൽപ്പിച്ചാലും, എന്ത് വിഷയത്തിനെന്ന് പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിച്ചാലും ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആ വിഷയത്തിന് ഏതെങ്കിലും വിഷയത്തിലോ ആണെങ്കിൽ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം അന്നും ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. സ്തോത്രം. അപ്പൊ ഞാൻ അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ കിടക്കേണ്ടവളല്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അമ്മ വല്ലാതെ കരയുകയും വല്ലാതെ പേടിച്ച് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുകയും ഇടയാ. ഞാൻ ചോദിച്ചു, അമ്മ എന്തോ ഒരു സ്വപ്നം കണ്ടിട്ടാണ് എന്നെ എണീപ്പിച്ചിരുത്തി പ്രാർത്ഥിക്കുന്നത്, സ്വപ്നം പറഞ്ഞാലേ ഞാൻ ഇനി ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിർബന്ധിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സ്തോത്രം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സ്ട്രെച്ചറിൽ നീയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു, വെള്ള തുണിയിട്ട് മൂടിയിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. ഞാനത് ഓൾറെഡി ഞാൻ 3 ദിവസത്തിന് മുമ്പേ ആ സ്വപ്നം കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇപ്പോഴാണോ ഇത് കണ്ടത്? ഞാൻ കണ്ടിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പേടിച്ചു. അപ്പൊ ഞാൻ പേടിച്ചിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ 2 പേർ ഒരുപോലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, എന്നാൽ അത് നടക്കുമോ എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ അമ്മ പറയാ. നേരം വെളുക്കുപോകും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ ചർച്ചിൽ കടന്നുപോയി. ദേവദാസനോട് ഈ വിഷയം പറഞ്ഞില്ല. ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു പ്രാർത്ഥന ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ദേവദാസൻ എന്തോ വിചാരിക്കും, അല്ലെങ്കിൽ ദേവദാസൻ അങ്ങനെ ആ ഒരു സ്വപ്നം കണ്ടതല്ലേ, കുഴപ്പമില്ല, അത് പിശാച് കൊണ്ടുവന്ന് തന്നതാണെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് ഇപ്രകാരം ഒരു സ്വപ്നം കണ്ടു എന്ന് പറയാതെ പാസ്റ്ററിനോട് ചെന്ന് പറഞ്ഞു, പാസ്റ്റർ എന്റെ ഭവനത്തിൽ എനിക്കൊരു പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞു. അപ്പോ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, അത് അമിത ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുകയല്ലേ, അപ്പോ ഒരു പ്രാർത്ഥന എന്റെ ഭവനത്തിൽ 3 ദിവസം ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ ചോദിച്ചു, അത് അവക്കിപ്പോ 6 മാസമല്ലേ, എത്ര മാസമായെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 6 മാസം ആകാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, അതിൽ ഇനിയും കിടക്കുന്ന ടൈം, 9-ാം മാസത്തിലല്ലേ ഇനിയും സമയം കിടക്കുന്നു, നമുക്ക് സാവകാശമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അവിടെ നിന്നില്ലോ, കരഞ്ഞുകൊണ്ട് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു അടുത്ത ആഴ്ച തന്നെ എനിക്കൊരു പ്രാർത്ഥന ക്രമീകരിക്കണം, എന്റെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ക്രമീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ
അപ്പൊ ആ ദേവദാസൻ പറഞ്ഞു, എനിക്ക് സമയമില്ല, ഞാൻ വേറൊരു പാസ്റ്ററിനെ ഞാൻ അവിടെ ആക്കാം എന്ന് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, എങ്ങനെയാലും ഒരു പ്രാർത്ഥന നടന്നാൽ മതി എന്നുള്ള തിരക്കില്ല. അങ്ങനെ വേറൊരു ദേവദാസനെ വിളിച്ച്, ഞാൻ ഇതൊക്കെയും പറയുന്നതിന്റെ സാരം ഇതിലൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ ആമേൻ സ്തോത്രം. ഇത് നിങ്ങൾ ഇത്രയും ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന്റെ അകത്തൊരു കാര്യമുണ്ട്, അത് പറയാനാ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ആമേൻ സ്തോത്രം. ആ ദേവദാസൻ അറിയത്തില്ല, ഞങ്ങൾക്ക് പേരോ ആളെ കണ്ടിട്ടില്ല. ആ ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് അടുത്ത ആഴ്ച തന്നെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും ഞങ്ങൾ ഭവനത്തിലെ സഭയായിട്ടുള്ള ആൾക്കാരൊക്കെയും വരികയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടിയപ്പോൾ തന്നെ ദൈവാത്മാവ് ആ ദേവദാസന് ഒരു വെളിപ്പാട് കാണിച്ചു. വെളിപ്പാട് ഇപ്രകാരമാണ്: ഒരു സ്ട്രെച്ചറിൽ അമ്മയും ഒരു കുഞ്ഞും കിടക്കുന്ന ഒരു കാഴ്ചയാണ്, വെള്ള തുണിയിട്ട് മൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ദൈവാത്മാവ് ദേവദാസനിൽ കൂടെ കാണിച്ചത്. സ്തോത്രം. അപ്പം ആ ദേവദാസൻ ഇങ്ങനെ ഒരു ദർശനം, ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് ആ ദേവദാസൻ ഇങ്ങനെ പറയുകയും, ആമേൻ, അപ്പൊ ആരെയാണ് ഇതെന്ന് അറിയത്തില്ല, ഞാൻ പ്രഗ്നന്റ് ആണ്, ഓൾറെഡി കുഞ്ഞില്ല, അപ്പൊ ഇത് ആരെയാണ് പറയുന്നതെന്ന് ആർക്കും അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവദാസൻ എന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്നോടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കണ്ടത്, എന്റെ അമ്മ കണ്ടത്, ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പാടിലൂടെ ദൈവാത്മാവ് കാണിച്ചത് ഇത് തന്നെയാണ്. 3 കാര്യവും 3 പ്രാവശ്യമായിട്ട് കാണിച്ചു. ഇത് എനിക്ക് തരത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു ശക്തി. ആമേൻ സ്തോത്രം. ആമേൻ. എന്റെ തലമുറയെ എനിക്ക് തരത്തില്ല, എന്റെ കൈകളിൽ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് വാദിച്ച ഒരു ശക്തിയായിരുന്നു. ഞാൻ അവിടെ എനിക്ക് കരയുവാനല്ലാതെ എനിക്ക് അറിയില്ല. ഞാൻ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയില്ല. എന്നാൽ ദൈവം എന്റെ മേൽ ബലം പകർന്നു. 3-ാമത്തെ ദിവസം നമ്മൾ എല്ലാവരും ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്ന, ഒരു 3-ാമത്തെ ദിവസം ഒരു വിടുതലുണ്ട് എന്ന് വിചാരിക്കും. ഫസ്റ്റ് ദിവസം തന്നെ അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് കണ്ടത്. കാര്യം ഞങ്ങൾ കണ്ടത്, എന്റെ അമ്മ കണ്ടതും ദേവദാസൻ വന്ന് പറഞ്ഞതും ഫസ്റ്റ് ദിവസമാണ്. അപ്പോ 3-ാം ദിവസം നമ്മൾ എന്ത് ചിന്തിക്കും? 3-ാം ദിവസം ഒരു അനുകൂലത്തിന്റെ അവസ്ഥ കാണും, ദൈവം തരും, ദൈവം ഒരു വിടുതൽ തരും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തില്. അപ്പോ 3-ാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ അതിനായിട്ട് കാത്തിരുന്നു. കാര്യം ദേവദാസൻ ഒരു വിടുതലിന്റെ ഇത് പറയുമല്ലോ എന്ന് കാത്തിരുന്നു. പക്ഷേ പറഞ്ഞത് അങ്ങനെയല്ല, നീ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും മകളെ, നീ ഇത് കടന്നു പോകും, നീ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുവാനിടയാകും എന്ന് ദേവദാസൻ എന്നോട് പറയാനിടയായി. എനിക്ക് പക്ഷെ യാതൊരു വിധത്തിലുള്ള അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യാതൊരുവിധ ഭയവും ഇല്ലായിരുന്നു. ദൈവമക്കളെ, എന്താന്ന് വിചാരിച്ചാൽ എന്റെ ശരീരത്തിൽ യാതൊരുവിധ ക്ഷീണമോ പ്രയാസമോ ഒരു രോഗാവസ്ഥയോ ഒന്നും എനിക്കില്ല. ഞാൻ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. ആമേൻ. എനിക്ക് ഈ ഫൈബ്രോയിഡ് ഇങ്ങനെ വളരുന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള പോലും ഒരു ക്ഷീണമോ എനിക്കില്ല, എനിക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പൊ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോ അടുത്ത ദിവസം ഞായറാഴ്ച ആരാധനയ്ക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ കടന്നുപോയി. തിരിച്ച് ഭവനത്തിലെത്തിയപ്പോൾ എന്റെ ശരീരം ആകെ വിറയൽ കൊള്ളുന്ന ഒരു അവസ്ഥയും പനിയും ഭയങ്കര ടെമ്പറേച്ചറും വിറയൽ കൊള്ളുന്ന ഒരു അവസ്ഥയും, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്റെ ഡോക്ടറിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു പനി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഗുളിക എടുത്ത് കഴിക്കും, ഒരു പാരസിറ്റമോൾ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് പിന്നെ എനിക്ക് നിൽക്കുന്നില്ല, പിന്നെ വോമിറ്റിംഗ് ആയി, പിന്നെ അത് വയറിളക്കത്തിലോട്ടൊക്കെ ആയി. അപ്പൊ ഞാൻ ഇതുപോലെ ഡോക്ടറിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ കുഴഞ്ഞു വീഴുകയാണ്, എന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇന്ന് എനിക്ക് ഓഫാണ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഓഫാണ്, അതുകൊണ്ട് ഈ കാര്യം ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം, നീ നിന്റെ തുണികളും. അപ്പൊ എനിക്ക് നിങ്ങൾ ആലോചിച്ച് കൊള്ളണം, 6 മാസമേ എനിക്ക് ആയിട്ടുള്ളൂ. ഡോക്ടർ എന്നോട് പറയുക അപ്പൊ ഡോക്ടർ മനസ്സിലും വിചാരിച്ചു എനിക്ക് എന്തോ ക്രിട്ടിക്കലായിട്ട് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർ വിചാരിച്ചത്. അപ്പം ഡോക്ടർ പറഞ്ഞു, നീ ഹോസ്പിറ്റലിലോട്ട് പോ, ഞാൻ നിന്റെ കാര്യം വേറൊരു ഡോക്ടറിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ അല്ലാതെ ഞാൻ വേറൊരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഞാൻ വീട്ടിൽ കിടന്ന് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാലും ഞാൻ പോകത്തില്ല, കാര്യം എന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറിനെ അറിയത്തുള്ളൂ, അപ്പൊ ഡോക്ടർ വന്നാലേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആ ഡോക്ടർ അന്നത്തെ ദിവസം ഡ്യൂട്ടി എടുത്ത് അവിടെ വരാനിടയായി. ദൈവമക്കളെ പറയട്ടെ, ഞാൻ കടന്നുപോയി. ഞാൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ 4 മണി ആണെന്ന് തോന്നുന്നു, 4 മണി സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കടന്നു പോയപ്പോ ഞാൻ എന്റെ പേരും എല്ലാം രജിസ്റ്റർ ചെയ്ത് അവിടെ നമുക്കൊരു
ബുക്ക് തരും. ആ ബുക്കിന് വേണ്ടിയിട്ട് എല്ലാ എന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ പറയണം. എല്ലാം പറഞ്ഞു. അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, എങ്കിലും എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പറയണമല്ലോ. അപ്പൊ എല്ലാം അവിടെ പറഞ്ഞ് എന്റെ കയ്യിൽ ഞാൻ ബുക്കും മേടിച്ചു. ഞങ്ങള് രണ്ടുപേരും എന്റെ അമ്മ എന്റെ കൈയും പിടിച്ച് ആ ഹോസ്പിറ്റലിന്റെ ആ പടിക്കകത്ത് കയറുന്ന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ അവിടെ തളർന്ന് വീഴുകയാണ് ചെയ്തത്. അന്നേരം തന്നെ എന്നെ അവര് സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോവുകയും പിന്നെ എനിക്ക് ബോധം തെളിയുന്നത് 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ തന്നെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ ആകെ ഛർദിലും എന്റെ ദേഹം ആകെ മുഷിഞ്ഞും അതുപോലെ ട്യൂബും അവിടെ ഇവിടെ ഒക്കെ കുത്തി എന്തൊക്കെയോ മരുന്നുകളൊക്കെ കുത്തി വെച്ചേക്കുന്നു, അതൊക്കെയാണ് കണ്ടത്. അപ്പൊ എണീറ്റപ്പോൾ തന്നെ ഞാൻ എന്നോട് ഡോക്ടർ വന്ന് ചോദിച്ചു, എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് എന്നോട് ചോദിച്ചു, മോളെ നീ ഇതിനെ, അപ്പൊ എന്റെ ഡോക്ടറിനെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷെ ഡോക്ടർ എന്നോട് ചോദിച്ചത്, മോളെ ഇപ്പൊ തന്നെ അത് ചെയ്യണം, അബോർഷൻ ചെയ്യണം, മോളെ എഴുതി ഒപ്പിട്ട് താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒപ്പിട്ട് തരത്തില്ല. ദൈവം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും എന്ന് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങ് മറിഞ്ഞ് ഇങ്ങനെ കിടന്നു. അപ്പം ഡോക്ടർ അവർക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കാര്യം അവർക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഒന്നുകിൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകും, അല്ലെങ്കിൽ രണ്ടുപേരും തീർന്നു പോകുന്ന അവസ്ഥയിലാണ്. 2 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കാനിടയായി, മെഡിക്കൽ കോളേജിൽ തന്നെ കിടക്കാനിടയായി. ഈ 2 മാസം കിടന്നുവെങ്കിലും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും തന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞാൻ അനുസരിക്കുന്നില്ല, ഡോക്ടേഴ്സ് പറയുന്നത് ഞാൻ അനുസരിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങൾ, കഷ്ടതകൾ, നെടുവീർപ്പുകൾ, ആമേൻ, സ്തോത്രം, അവയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ, അവിടെ നടുവിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ഇട്ടിട്ട് നമ്മൾ പോകുന്നവരല്ല, വിശ്വാസത്തെ മുറുകെ പിടിക്കണം. മരിച്ചാലും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിക്കും എന്ന് പറഞ്ഞുള്ള ഒരു വിശ്വാസമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആമേൻ, സ്തോത്രം. ഞാൻ ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഞാൻ പറയുകയല്ല, വിശ്വാസ ജീവിതത്തിന് മുമ്പ് എന്റെ പേഴ്സണൽ ജീവിതത്തിൽ എനിക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഞാൻ ജീവിച്ചു, ഞാൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷെ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷം ഞെരുക്കങ്ങളുണ്ടായി, കഷ്ടതകളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, വലിയ വലിയ പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് കടന്നു വന്നു. പക്ഷെ അവിടെ നടുവിലും എന്റെ ദൈവം ജയോത്സകരമായി ആ പ്രശ്നങ്ങളൊക്കെയും തരണം ചെയ്യുവാൻ ദൈവകൃപയോടുകൂടെ ദൈവം എന്നെ നിർത്തി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞിനെ തരത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 മാസക്കാലം ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എന്റെ മുമ്പിൽ മരണം മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. കാര്യം ദേവദാസൻ പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നമോ പോട്ടെ എന്ന് വിചാരിച്ചു. കാര്യം ഞാൻ ബലഹീനതയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടുപോയി, എന്റെ അവസ്ഥയെ വെച്ചാണ് അങ്ങനെ കണ്ടതെന്ന് വിചാരിക്കാം. പക്ഷെ അമ്മ കണ്ടു, ദേവദാസൻ കണ്ടു. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ എന്നോട് തന്നെ ചിലപ്പം ഞാൻ മരിക്കും, നിശ്ചയം ഞാൻ മരിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ചു. ആമേ, ഞാൻ ദേവദാസനെ കുറ്റം പറയുകയല്ല, ദേവദാസൻ കണ്ടത് ശരിയാണ്. കാര്യം എന്നെ കാണിച്ചതാണ്, എന്റെ അമ്മയെ കാണിച്ച കാര്യമാണ് ദേവദാസനെയും ദൈവം വെളിപ്പാടിലൂടെ കാണിച്ചത്. അപ്പം ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരുപാട് ഭാരപ്പെട്ട് 2 മാസക്കാലം ഞാൻ ആ ഹോസ്പിറ്റലിൽ ഒന്നും കഴിക്കാനോ കുടിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ വളരെ പ്രയാസത്തോടുകൂടെ കഴിഞ്ഞു. എന്റെ കുഞ്ഞ് വെള്ളം അങ്ങോട്ട് ഞാൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നെങ്കിൽ എനിക്ക് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വെള്ളം കുടിക്കുമ്പോഴൊക്കെ അപ്പൊ തന്നെ ഇരട്ടിയായിട്ട് ഒമിറ്റ് ചെയ്യും. അപ്പം ഇച്ചിരി അങ്ങോട്ട് ഉള്ളിലോട്ട് എന്തെങ്കിലും പോയി അപ്പൊ തന്നെ വയറിളകുകയും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥയിൽ കുഞ്ഞിന് ഒന്നും വെള്ളമോ കുഞ്ഞിന് വേണ്ട പോലെ ഒരു പോഷകങ്ങളോ കിട്ടാത്ത ഒരു അവസ്ഥയിൽ, കുഞ്ഞാണെങ്കിൽ ജീർണിച്ച് എന്നെ കണ്ടാൽ ഞാനൊരു പ്രഗ്നന്റ് ലേഡിയാണെന്ന് പറയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് എന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഒരു വയറോ ഒന്നും എനിക്കില്ലാതിരുന്നു ആ സമയത്ത്. കാര്യം ഓൾറെഡി എന്റെ ശരീരത്തിലുള്ള വെള്ളമെല്ലാം വറ്റി ആ രീതിയിൽ കുഞ്ഞിന് ജീവന്റെ ഒരു തുടിപ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥ, ചെറിയൊരു തുടിപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം ഡോക്ടേഴ്സിന് എപ്പോ വേണമെങ്കിലും ഇത് മരിക്കാമെന്നുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും എന്നെ സ്കാനിങ്ങിന് വേണ്ടി പുറത്തു വിടും. ആ സ്കാനിങ്ങിന് എല്ലാ ദിവസവും പുറത്തു വിടും. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പുറത്തു പോയി സ്കാനിങ് ചെയ്തുകൊണ്ട് വരണമായിരുന്നു. ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. കുഞ്ഞിനെ അങ്ങ് മരിക്കാറായി, ആ ഒട്ടുമില്ല. സ്മോൾ ബേബി
എന്നൊക്കെ പറഞ്ഞു, ഇതിന് വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞു അവരെന്നെ ഒരുപാട് പുഷ് ചെയ്തു. ഇതിനെ എടുത്തുകള, നിന്നോടല്ലേ ഞങ്ങൾ പറയുന്നതെന്നൊക്കെ പറഞ്ഞു അവരെന്നെ ഒരുപാട് ഇത് ചെയ്തു. എന്നാലും അവിടെയൊക്കെയും അവിടെ കിടന്ന അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാൻ പോലും, എനിക്കിപ്പോ ചിന്തിക്കാൻ പോലും വളരെ ഭയമായിരിക്കുന്ന അവസ്ഥ. എനിക്കൊരു ട്രീറ്റ്മെന്റ് കിട്ടാത്ത അവസ്ഥ. സ്തോത്രം. ഡോക്ടർമാർ വരുമ്പോൾ എന്നെ വേദനപ്പെടുത്തുന്ന വാക്കുകൾ, എനിക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയും എനിക്കില്ല. എനിക്ക് ഞാൻ കേട്ടതാണെങ്കിൽ, ദൈവഭാഗത്ത് നിന്ന് കേട്ടതാണെങ്കിൽ അതും എനിക്ക് പ്രയാസം, എനിക്ക് ഒന്നുപോലും ഓർത്ത് ചിന്തിക്കുവാൻ ഒരു വഴി പോലും എനിക്കില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മരണം മാത്രമേ എന്റെ മുമ്പിൽ കണ്ടുള്ളൂ. ഞാൻ അന്നേരം ഒരു ദിവസം രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ എന്തായാലും എനിക്ക് ഇപ്പോൾ തന്നെ ഒരു കുഞ്ഞിന് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല എന്ന് പറയുന്നവർ ചിലപ്പോൾ നാളെ ഞാൻ മരിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി എന്ത് ചെയ്തു, എനിക്കൊരു ഉണർവ് വന്നു. അപ്പൊ രാത്രി ആയപ്പോ ഇവർ എന്റെ ഹാൻഡിലൊക്കെ ഒരു കാര്യം, രാത്രി ഇങ്ങനെ തിരിച്ച് ബ്ലഡ് കയറിയാലോ എന്ന് വിചാരിച്ച് രാത്രി ആകുമ്പോൾ അവർ ട്രിപ്പൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഒന്ന് ഊരി തരും. അന്നേരം ഞാൻ എന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ അന്ന് രാത്രി 1 മാസത്തോളം ഞാൻ കുളിക്കാതെയൊക്കെ എൻ്റെ അകത്ത് കിടന്നു. എനിക്ക് എണീക്ക് നടക്കാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ രാത്രി ആയപ്പോ ഞാൻ രാത്രി എഴുന്നേറ്റു ഞാൻ ദൈവവചനം വായിച്ചു ദൈവം ആമേൻ സ്തോത്രം. ഞാൻ വായിച്ചത് 91 സങ്കീർത്തനമാണ് ഞാൻ വായിച്ചത്. ആമേൻ സ്തോത്രം. ആ വായിച്ച സങ്കീർത്തനം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ, ദൈവമേ ഇന്ന് രാത്രി ഞാൻ മരിക്കുവാണെങ്കിലും ദൈവമേ നീ എന്നെ കൊണ്ടുപോണേ, എന്റെ കുഞ്ഞിനെ എന്നെയും ദൈവമേ നീ അങ്ങ് കൊണ്ടുപോണേ എന്നൊക്കെ പറഞ്ഞിട്ടാ ഞാൻ വിശ്വാസത്തോടുകൂടെ തന്നെയാ ഇനി മരിക്കും എന്നുള്ള ഒരു ഉറപ്പും ഉണ്ട് മനസ്സിൽ. എന്നാൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നൊരു വിശ്വാസവും ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിറ്റേന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. അവർ രാവിലെ എണീറ്റ് ഞാൻ സ്കാനിങ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് റിപ്പോർട്ട് വന്നത് കുഞ്ഞിന് 1 പോയിന്റ് കൂടി, അവർക്ക് ഒരു പോയിന്റ് കൂടി. പിറ്റേ ദിവസം പോയപ്പോൾ അടുത്ത ദിവസവും ഇതുപോലെ തന്നെ സംഭവിച്ച 1 പോയിന്റ് കൂടി. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിള് വായിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങി. വേറെ ആരും ഒരു വചനം കേൾക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യം എനിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എനിക്ക് ആ വചനം വായിക്കുവാനും ഓരോ ദിവസം എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ആകുവാനും തുടങ്ങി. ഞാൻ എഴുന്നേറ്റു, പിന്നെ ആഹാരം കഴിക്കാൻ തുടങ്ങി. അപ്പോഴായപ്പോഴത്തേക്ക് ഇവരെന്നോട് പറഞ്ഞു വേറൊരു സ്ഥലത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തു വിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നി. കാര്യം എന്നെ ദൈവമേ ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു പോകാൻ പറ്റുന്നത്? എനിക്ക് എന്റെ ഹോസ്പിറ്റൽ ജീവിതം അടുത്തു. ഞാൻ ഇനി എവിടാ പോയി പുറത്തു പോകുന്നത്, എങ്ങനെ ഏത് വഴിയിൽ കൂടെ പോകണം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അവിടെ ഞാൻ ആകെ നരകിച്ച ഒരു അവസ്ഥയാ. പുറത്തു പോകാൻ പറ്റത്തില്ല. പുറത്ത് അഥവാ പോയി കഴിഞ്ഞാൽ ഞാനൊരു പ്രഗ്നന്റ് ലേഡി. അവസാനം എങ്ങനെ ആയാലും കൊച്ചിനെ പുറത്തെടുക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ഞാൻ പുറത്ത് ചാടി പോകുമെന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയിലൊക്കെ കൂടെ ഞാൻ കടന്നുപോയി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് ചാടിക്കളയും, ഞാൻ പോകും, ആരും കാണാതെ ഞാൻ പൊയ്ക്കളയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നെ ഓരോ ദിവസവും എന്നെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ മാത്രം ആമേൻ സ്തോത്രം പറഞ്ഞു. എന്നെ ധൈര്യപ്പെടുത്തി നിർത്തി. സ്തോത്രം. അടുത്തില്ല എങ്കിലും അടുത്തുള്ളത് പോലെ എന്നെ നീ അങ്ങനൊന്നും ചെയ്യരുത്, ദൈവം ഒരു വിടുതൽ തരുമെന്നെല്ലാം പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി അവിടെ നന്നായിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ടാകും. അതിന്റെ ഒരു ശക്തി മാത്രമായിരിക്കും ഞാൻ നിലനിന്നത്. അവസാനം ഞാൻ മുകളിൽ കയറിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇനി ഈ വേദപുസ്തകം എടുക്കണ്ട, തിരിച്ച് വീട്ടിൽ കൊടുത്തേക്ക്. ആരെങ്കിലും ഫുഡുമായിട്ട് കടന്നു വരുമ്പോൾ ഇതങ്ങ് വീട്ടിൽ കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഈ ദൈവം എന്നെ വിടിവിക്കത്തില്ലായിരിക്കും, എന്നെ വേറൊരു സ്ഥലത്തേക്കാണല്ലോ വിട്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിരുന്ന വേദപുസ്തകം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ കൊടുത്തു വിട്ടു. അപ്പൊ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ചേച്ചി പറഞ്ഞ്, നീ എന്തിന് ഈ ഒരു പുസ്തകമല്ലേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ, നീ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നത്, അപ്പൊ അതവിടെ ഇരിക്കട്ടെ, അതെനിക്കൊരു ഭാരമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്കിനി ഇത് വേണ്ട, കൊണ്ട് വീട്ടിൽ വെക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്ത്യം ഞാനിപ്പോ മരിക്കും, നാളെ മരിക്കും എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുക, ഇത് എനിക്ക് എന്നെ രക്ഷിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുക. അപ്പം ഇനി കൊണ്ടുവയ്ക്കുകയെന്ന് പറഞ്ഞു. കൊണ്ടുവച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ദൈവമക്കളെ, രാവിലെ എണീറ്റ് ഞാൻ എന്നും ദൈവവചനം വായിക്കും, പല പ്രാവശ്യം വായിക്കുമെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞ ഒരു ദൈവവചനം വായിക്കുന്ന ഒരു പതിവ് ഉണ്ട്. ആമേൻ സ്തോത്രം. അത് ഞാൻ എണീറ്റ് വചനം വായിക്കാൻ വേണ്ടി വേദപുസ്തകമല്ല വീട്ടിൽ കൊടുത്തേച്ചു. ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു, എനിക്ക് ഇപ്പൊ തന്നെ വേദപുസ്തകം വേണം, എന്റെ ബൈബിൾ എനിക്ക് വേണം, കൊണ്ടുവരാൻ പറയാന്ന് പറഞ്ഞു. ആര് കൊണ്ടുവരും, ഈ രാവിലെ നീ പറയുന്ന സമയത്തൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവമേ ഇനി എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കര വെപ്രാളവും പരവേശവുമായി. വേറെ ഒരു മരുന്ന്
എന്തോ ഒരു ആഹാരം കിട്ടാത്ത ഒരു വെപ്രാളം പോലെ എനിക്ക് വേദപുസ്തകം ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെങ്കിലും കയ്യിൽ അവിടെ കിടക്കുന്ന ഏതെങ്കിലും രോഗികൾ ക്രിസ്ത്യാനികൾ കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്നപ്പോ കാണാം ഒരു ഹിന്ദു കൊച്ചിന്റെ കയ്യില് ഈ ബൈബിൾ അവരുടെ ജനലിന്റെ പുറത്തിരിക്കുന്നു. അല്ലെ, നമ്മുടെ വേദപുസ്തകം കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇത് ബൈബിൾ ആണെന്ന്. അപ്പൊ ഞാൻ അത് അവിടെ ഇരിക്കുന്ന കണ്ടു. അന്നേരം ഞാൻ ചോദിച്ചു, ആ ബൈബിൾ എനിക്കൊന്ന് തരുവോ വായിക്കാനെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് ബൈബിൾ അല്ല, പാട്ട് ബുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ആ പാട്ട് ബുക്ക് തരുമോന്ന് ചോദിച്ചു. ഞാൻ എടുത്തു നോക്കിയപ്പോ ബൈബിളാ. ഞാൻ എടുത്തു, എന്ത് ചെയ്തു, ഞാൻ അവിടെ ഇരുന്നേന്. കാരണം ആ കൊച്ചു ഇനിയിപ്പോ വിചാരിച്ചു കാണും ഞാൻ ഇത് കൊണ്ടുപോകുമോ, അതല്ലെങ്കിൽ നമ്മുടെ പ്ലേസിലോട്ട് കൊണ്ടുപോകുമോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു പക്ഷെ മടി ആയതുകൊണ്ടായിരിക്കാം. ഹിന്ദു ആണ് പുള്ളിക്കാരാണെങ്കിൽ, ഇവിടെ കുറിയൊക്കെ തൊട്ട് ഹിന്ദുവാ. അപ്പം അത് രാവിലെ എണീറ്റ് കുറിയൊക്കെ തൊട്ട് നിൽക്കും. അപ്പൊ ഞാൻ ഈ ബൈബിൾ വാങ്ങിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ തുറന്നതും എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് 41 സങ്കീർത്തനമാണ് കിട്ടിയത്. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. ഈ വചനം കണ്ടിന്യൂസ് ഇതെല്ലാം വായിച്ചു. ഞാൻ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോ വായിച്ചത് അവിടെ ഇരുന്ന് വായിച്ച് അവരുടെ ബെഡിലിരുന്ന് വായിച്ചു കഴിഞ്ഞ് ഞാൻ ഇതിൽ തന്നെ ശ്രദ്ധിച്ച് പെട്ടെന്ന് കൊടുക്കണമല്ലോ. അപ്പം ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു വിടുതലുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ് ഇങ്ങനെ തല പൊക്കിയത് എന്റെ ചുറ്റുമായിട്ട് അവിടെ ഇരുന്ന രോഗികളെല്ലാം വന്ന് അടുത്തിരുന്നു. ചേച്ചി ഞങ്ങൾക്കിത് വായിച്ച് കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന എല്ലാ ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്, ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല. അപ്പൊ ഞാൻ നോക്കിയിട്ട് അപ്പം അവിടെ എന്റെ അടുത്തിരുന്ന ബെഡില് അടുത്ത് കിടന്നവരെല്ലാം ഇങ്ങനെ കൂടി വന്ന് എന്റെ അടുത്തിരിക്കും. ഞാൻ അതുപോലും അറിയാത്ത രീതിയിലാണ് ഞാൻ ഇരുന്ന് വായിച്ചത്. ഞാൻ തല ഉയർത്തി നോക്കിയപ്പോ തന്നെ പേടിച്ചു പോയി. ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ഞങ്ങൾക്കും കൂടെ ഒന്ന് കേൾപ്പിച്ചു തരുമോ, ഒന്ന് ഉറക്കെ വായിക്കുവോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് വായിച്ചിട്ട് അവരുടെ അടുത്ത് ഈ വചനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഇത് ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ, ഇന്ന് രോഗാവസ്ഥയാണ്, ക്ഷീണാവസ്ഥയാണ്, നമ്മൾ ഇന്ന് ഈ കിടക്കയിലായിരിക്കുന്നുവെങ്കിൽ എന്ന് നമ്മളെ കിടത്തുവാനല്ല, ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും, ഈ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും എന്ന് അവരോട് പറയുകയും ഈ വചനം ഞാൻ മൊത്തം ഫുള്ള് അതിൻ്റെ അകത്ത് 13 വാക്യമുണ്ട്. ആ 13 വാക്യം ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. കാര്യം അവർക്ക് വചനം വായിച്ചു കൊടുത്താലൊന്നും അവർക്ക് അറിയത്തില്ല. കാര്യം ഓരോ വാക്യമായിട്ട് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ആയിരിക്കത്തില്ല നമ്മുടെ സ്ഥിതി, ഈ ദൈവത്തെയാണ് ഞാനും സേവിക്കുന്നത്, ഈ ദൈവം നമ്മളെ വിടുവിക്കും, നമ്മൾ ഈ ദൈവത്തെ വിശ്വസിക്കുക എന്നെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. എനിക്ക് അറിയാവുന്നത് പോലെയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ആയപ്പം ഇവര് നോക്കുമ്പോഴത്തേക്ക് ഞാനും ഇവരെ പോലെ ഒരു ബെഡിൽ കിടക്കുക, ഇവരും മാസങ്ങളായി വന്ന് കിടക്കുന്നവരാ. അപ്പൊ പിറ്റേന്ന് ഞാൻ വിചാരിച്ച് എല്ലാരും പോയി കഴിഞ്ഞിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോകാന്ന്. പക്ഷെ നോക്കുമ്പോ ഡോക്ടർ വരുന്നതിന് മുമ്പ് അവിടെ ക്യൂ ആൾക്കാർ എന്തായെന്ന് അറിയാനുള്ള ക്യൂ ആയിട്ട് നിൽക്കും. അപ്പൊ ഞാൻ ഡോക്ടർ ഓടി വന്ന് എന്റെ ബുക്ക് എടുത്തിട്ടോ എന്ന് പറഞ്ഞു. അമിത കെന്നഡി ആരാന്ന് ചോദിച്ചു. അപ്പൊ എന്നെ വിളിച്ചു ഫ്രണ്ടിൽ. ഇപ്പൊ ഉറക്കെയാ വിളിക്കുന്ന. കാര്യം ഡോക്ടർ ഡിസ്ചാർജ് ആക്കാനുള്ളവരുടെ ബുക്കെല്ലാം ആദ്യം എടുത്തിട്ട് കൊണ്ടുവന്നതാ വായിക്കാൻ വേണ്ടി. അപ്പൊ അമിത കെന്നഡി ആരാന്ന് ചോദിച്ചു. ഈ ഉറക്കെ വിളിച്ച് ചോദിച്ചത് കൊണ്ട് എന്റെ പേര് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അമിത എന്നാണെന്ന്. ഈ അമിത എന്ന് കേട്ടപ്പോഴത്തേക്ക് ഈ ആൾക്കാരെല്ലാം എന്നെ അങ്ങത്ത് നോക്കി. അയ്യോ, ഇന്നലെ നമ്മളോട് വചന ആ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞു തന്നെയല്ലേ. അപ്പൊ ഡോക്ടർ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇന്ന് ഡിസ്ചാർജാ, ഇനിയിപ്പം ഇനി ഇതിനായിട്ട് വന്നാൽ മതി, ഡെലിവറിക്കായിട്ട് ഇനി വന്നാൽ മതി എന്നുള്ളത് ഉറക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നതിനേക്കാൾ ഇവരെല്ലാവരും ഇത് കേട്ടു. ഡോക്ടർ ഉറക്കെ വന്ന് വിളിച്ച് പറയുകയും ഇതെല്ലാം ഇവർ കേൾക്കുകയും ചെയ്തപ്പോ ഇവരെല്ലാവരും ഓടി വന്ന് ഈ വരി നിന്ന് ക്യൂ നിന്നവരെ ഓടി വന്നോട് പറഞ്ഞ് അയ്യോ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് ഇങ്ങനെ കിടക്കാൻ ആഗ്രഹമില്ല, ഞങ്ങൾക്കും വീട്ടിൽ പോകണം, ഈ സമയത്തിന് ഇനി ഇതുപോലെ വന്നാൽ മതി സിസ്റ്ററെ, ഇന്നലെ പറഞ്ഞത് സിസ്റ്ററിന്റെ ജീവിതത്തില് എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചല്ലോ, പറഞ്ഞത് തന്നെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമേ എന്ന് പറയാനിടയായി. അങ്ങനെ ദൈവമക്കളായി എവിടെ ആയിരിക്കുന്നു അവിടെ നമ്മൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മൾ വിശ്വസ്തയോടെ നിൽക്കണം. വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനിടയായി തീരും. സ്തോത്രം.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ വിഷയം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ അധിക നാളൊന്നും ഇനി ചെന്ന് ഹോസ്പിറ്റലിൽ കിടക്കരുത്, ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ പറയുക, കർത്താവ് എനിക്ക് അധിക നാളൊന്നും ഇനി ഹോസ്പിറ്റലിൽ കിടക്കണ്ട, പെട്ടെന്ന് എനിക്ക് അടുത്ത ഡെലിവറി സമയത്ത് എനിക്ക് പെട്ടെന്ന് ഡെലിവറി ചെയ്ത് തിരിച്ചു വരണം എന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ആരോഗ്യത്തോടെ ഭവനത്തിൽ കടന്നു വന്നു. പിന്നെ ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെലിവറി ഡേറ്റിനാണ് ഞാൻ കടന്നു പോയത്. ആ സമയത്ത് തന്നെ ഡെലിവറി നടക്കുന്നതൊക്കെ ഒരു അത്ഭുതമാണ്, അതും ഒരു സാക്ഷ്യമാണ്. അത് ഞാൻ അന്ന് കടന്നു പോകുമ്പോ ഈ എന്റെ ഇതിലുണ്ട്, അവരെടുത്ത് കളഞ്ഞില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മരുന്ന് തരുന്നേ. പക്ഷെ ഈ സംഭവം എന്റെ ഇതിലുണ്ട്, വയറിന്റെ അകത്ത് തന്നെ ഉണ്ട്, ഈ സിസ്റ്റും ഉണ്ട്, കുഞ്ഞും വളരുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മ ഇവരോട് ചോദിച്ച്, എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തോട്ട് കയറ്റുന്ന സമയത്ത് ചോദിച്ച്, അത് ഇത് എടുത്ത് കളയുമോ എന്ന് ചോദിച്ചു ഡോക്ടറിനോട്. ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, അതിപ്പോ പറയാൻ പറ്റത്തില്ല, അത് ഡെലിവറി കഴിഞ്ഞാലേ അത് ചെയ്യുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുത്ത് കളയും, ഇല്ല എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്ക് പറയാനില്ല. അപ്പൊ ഇവര് അത് എടുത്ത് കളഞ്ഞില്ല. വാസ്തവത്തില് ഈ സംഭവം ഞാൻ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് നല്ലൊരു പൈതലിനെ ദൈവം ദാനമായിട്ട് തന്നു. സ്തോത്രം, ആമേൻ, സ്തോത്രം. നല്ലൊരു പൈതലിനെ എനിക്ക് ദൈവം ദാനമായിട്ട് തന്നു. സ്തോത്രം. ഇവിടെ എന്റെ കരങ്ങളിൽ കിട്ടിയതിന് ശേഷം എന്നെ ഡോക്ടർ ഇറക്കിക്കൊണ്ടുവന്നപ്പോഴും ചോദിക്കുന്നത് ഞാൻ കേട്ടു, അമ്മ ചോദിക്കുന്ന കേട്ടു, എന്താ അത് എടുത്ത് കളഞ്ഞോ, ആ സിസ്റ്റ് എടുത്ത് കളഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല അത് കളഞ്ഞില്ല, അത് മെൽറ്റായിട്ട് കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, അത് കാരണം അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വിഷയം അങ്ങനെ തന്നെ കിടന്നു. പക്ഷേ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഫസ്റ്റ് ഞാൻ എന്നെ കൊണ്ടുവന്ന ഒരു റൂമിൽ കിടത്തുമ്പോൾ ഒത്തിരി പേര് ഡെലിവറി ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ അങ്ങനെ നമുക്ക് ബെഡൊക്കെ അടുത്ത് ഒത്തിരി പേര് കിടക്കും. അപ്പം കിടക്കുന്ന സമയത്ത് ഞാൻ നല്ല ഡീപ്പായിട്ട് ഉറങ്ങുകയാണ്. സഡേഷനൊക്കെ തന്ന്, സിസേറിയനായിരുന്നു, സഡേഷനൊക്കെ തന്ന ആ ഒരു മയക്കത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എന്റെ ചെവിയില് ഒരു ശബ്ദം കേട്ടു, നിന്റെ ജീവന് പകരം ഞാൻ ജാതികളുടെ ജീവനെ കൊടുക്കുമെന്ന് എന്റെ ഒരു ശബ്ദം എന്റെ ചെവിയിൽ മുഴക്കത്തോടുകൂടെ കേട്ടു. ഞാനപ്പോൾ പെട്ടെന്ന് ഞാൻ എണീറ്റു. ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഡീപ്പായിട്ടുള്ള ഉറക്കമായിരുന്നു. അന്നേരം ഞാൻ ഈ സൗണ്ട് കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുവാണോ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഇല്ല ഞാൻ കുഞ്ഞിനെയും വെച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലൊരു വാക്യം അമ്മ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടതായിരിക്കും അത് എന്ന് പറയും. കാരണം ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങുക, ഒരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുന്ന പോലെ അങ്ങനെ കിടന്നുറങ്ങുക. അന്നേരം കണ്ണ് തുറന്ന് നോക്കിയ സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു അല്പസമയം കഴിഞ്ഞ് ഈ സൗണ്ട് കേട്ട് ഈ കർത്താവിന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. നല്ല എക്കോയിലിസ് കേട്ടു ഞാനത്. നിന്റെ ജീവന് പകരം ഞാൻ ജാതികളുടെ ജീവനെ കൊടുക്കുമെന്ന് പറയുന്ന വാക്ക് ഞാൻ നന്നായി ശബ്ദം നല്ലതുപോലെ ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭയങ്കര ഒരു അലമുറയിട്ട ബഹളവും സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എണീക്കുമല്ലോ, നമ്മളൊരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലല്ലേ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ സൗണ്ട് ഭയങ്കര അലമുറ കേട്ടപ്പോഴത്തേക്ക് ഞാൻ എണീറ്റു. നോക്കുമ്പോ അടുത്ത് നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളില്ല, കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഒത്തിരിയും പേര് മുസ്ലിം ഹിന്ദുക്കള് അത്രയും ആളുകളുടെ മക്കളില്ല. അത് അന്നത്തെ ദിവസം പത്രത്തിൽ വരാനിടയായി. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിന്റെ സാരം, ഞാൻ അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി നമ്മുടെ സങ്കട യാചനകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മളെ നന്നായി അറിയുന്ന ഒരു സ്വർഗീയ അപ്പച്ചൻ നമുക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും വേദനകളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ആ ക്രൂശിലേക്ക് നോക്കുക, ദൈവസന്നിധിയിൽ നാം മുട്ടുമടക്കുക. ആമേൻ, സ്തോത്രം. ആ ദൈവത്തിന് നമ്മളെ വിടിവിപ്പാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവത്തിന് നമ്മളെ വിടിവിപ്പാൻ കഴിയും. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്ത അത്ഭുതമാണ്, വിടുതലാണ്. ആ കുഞ്ഞാണ് ഇന്ന് ഇവിടെ, ആമേൻ, സ്തോത്രം, ഇന്നിവിടെ എന്റെ കൂടെ ഇരിക്കുന്നത്. അന്ന് ഞാൻ ഡോക്ടർ പറഞ്ഞത് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിനെ ഇന്ന് വളർത്താൻ കിട്ടത്തില്ലായിരുന്നു. സ്തോത്രം. ദൈവം ആ മഹത്വത്തിനായിട്ട് പറയട്ടെ. ഈ കുഞ്ഞിനെ ദൈവം എന്റെ കരങ്ങളിൽ എടുക്കുവാൻ, വളർത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. ഈ സാക്ഷി നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ അത് മറച്ചു വെച്ചാൽ നാളെ ഒരു സമയത്ത്, ആമേൻ, സ്തോത്രം, എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും വേദനയോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി തീരണം.
ആമേൻ. സ്തോത്രം കർത്താവേ. ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം എന്റെ ജീവിതത്തിലൊക്കെയും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിപ്പാൻ തക്കവണ്ണം. ആമേൻ. സ്തോത്രം. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ദൈവം ചെയ്തത്, ആമേൻ സ്തോത്രം, പറഞ്ഞില്ല എങ്കിൽ അത് വലിയ സാക്ഷ്യം ജീവിതത്തിൽ പറഞ്ഞില്ല എങ്കിൽ അത് വലിയ ഒരു ഇതായി പോകും. എന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചതുപോലെ ആയി പോകും. ആമേൻ. സ്തോത്രം. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ വാഗ്ദത്തം കേട്ടിട്ടുണ്ടോ? ദർശനം പ്രാപിച്ചിട്ടുണ്ടോ? ദൈവിക ദൂത് കേട്ടിട്ടുണ്ടോ? വെറുതെ പോകില്ല. ചില നാളുകൾ കഴിഞ്ഞാലും അത് പിന്നിട്ട് പോയാലും, ആ ദിവസങ്ങൾ പിന്നിട്ട് പോയാലും അത് നിവർത്തീകരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഒരുപക്ഷെ സകലതും നമുക്ക് മുമ്പിൽ പ്രതികൂലമായി വരാം. ആമേൻ. സ്തോത്രം. നാം ഒരു സാധ്യതകളും കണ്ടെന്ന് വരാം. മുന്നോട്ട് സകല വഴികളും നമുക്ക് എതിരായി അടഞ്ഞുവെന്ന് വരാം. ആമേൻ. സ്തോത്രം. നിങ്ങൾ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലും പിന്മാറി പോകരുത്. ഈ ദൈവസ്നേഹത്തിന്, ഈ ദൈവത്തിൽ നിന്ന് നമ്മെ ഹല്ലേലൂയ ഒരു കാരണവശാലും ഹല്ലേലൂയ സ്തോത്രം ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മ വേർപിരിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ ഇടയാകരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാക്ഷ്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ജോലിയില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നവരുണ്ടോ? ദൈവപൈതലേ, ദൈവസന്നിധിയിൽ വാ. ദൈവമാ ഉറവ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. വിശ്വസ്തനാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടോ? ദൈവപൈതലേ, ദൈവമേ, അവർക്ക് ദൈവം ഹല്ലേലൂയ അവഗണിക്കപ്പെട്ടവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. ഈ ദൈവം ഹല്ലേലൂയ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. ആ ജീവനെ മടക്കി തന്ന ഒരു ദൈവം. സിസ്റ്റർ ബിന്ദു സിസ്റ്റർ സാക്ഷ്യം പറയുവാനിടയായി. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടു. ആ മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ദൈവം. അത് നമുക്ക് പറയാൻ അതൊക്കെ ഉള്ളൂ. മരണഘട്ടങ്ങളിലും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. അത് ജോസഫിന്റെ ജീവിതത്തിലും അവൻ മരണഘട്ടം അനുഭവിച്ചു. ആമേൻ. സ്തോത്രം. പൊട്ടക്കിണറ്റിൽ കിടന്നു. അപ്പോഴും മരിച്ചു പോകാമായിരുന്നു. തക്ക സമയത്ത് അവർ വന്നില്ലായിരുന്നു എങ്കിൽ, ആമേൻ സ്തോത്രം, ആ തക്ക സമയത്ത് അവർ വന്നില്ലായിരുന്നു എങ്കിൽ അവൻ മരണപ്പെട്ടു പോകാമായിരുന്നു. പിന്നെയും അവിടെ നിന്ന് ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവിടെയും ഒരു രക്ഷയും കണ്ടില്ല എന്ന് വരാം. പക്ഷേ അവിടെ മാനിച്ചുയർത്തുവാൻ ദൈവം അതിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, ദർശനം കൊടുത്ത ദൈവം വിശ്വസ്തനാ. ആമേൻ. സ്തോത്രം. ദർശനം തന്ന ദൈവം വിശ്വസ്തനാ. ആമേൻ. ദൂതുകളെ പറഞ്ഞ ദൈവം വിശ്വസ്തനാ. നിങ്ങൾ ഏതെങ്കിലും ദൈവശബ്ദമോ ദൈവദൂതുകളോ കേട്ടിട്ടുണ്ടെങ്കിൽ അത് തരുവാൻ ദൈവം ശക്തനാ. താണിരിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുക. ഇതിന് പല വിഷയങ്ങളുടെ നടുവിലും ഞങ്ങൾ വിടുതൽ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തോട് ഞാൻ ചേർന്ന് പ്രവർത്തിക്കുന്നതായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഓരോ പ്രാർത്ഥനയും ബിന്ദു സിസ്റ്ററിന് അറിയാം. ഇപ്പോൾ ബിന്ദു സിസ്റ്റർ ആ വിഷയത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതാ. ആമേൻ. സിസ്റ്റർ പറയുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയമായി മുട്ടുമടക്കുമ്പോൾ പിറ്റേ ദിവസം അതിന്റെ വിടുതൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി തീരും. ആമേൻ. സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാത്ത വിഷയമായിരുന്നു. ഞങ്ങളുടെ ചർച്ചില് കുവൈറ്റിലായിരുന്ന ഞാൻ, ഇപ്പോൾ നാട്ടിലാ, കുവൈറ്റിലായിരുന്ന സമയത്ത് സ്തോത്രം, ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. തലമുറയില്ലാത്തവരൊക്കെയും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം വർഷങ്ങളോളം തലമുറയില്ലാതെ കഴിഞ്ഞവരുണ്ട്. അവർക്കൊക്കെയും ദൈവം അത്ഭുതകരമായി തലമുറകളെ നൽകി മാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ അതൊക്കെയും അവരെ ഒരു ഉറപ്പിക്കുന്ന ഒരു സാക്ഷ്യമാ. സ്തോത്രം. ഇത്രയും നേരം ഹല്ലേലൂയ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഏവർക്കും ഇടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജനത്തിൽ നിന്ന് ഇത്രയും സമയം തന്ന ദേവദാസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷിച്ചിരിക്കും. സ്തോത്രം. ആമേൻ. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവത്തിൽ നിന്നുള്ള വചനമൊക്കെ ഇന്ന് പാൽക്കാലം വൈകുന്നേര സമയത്ത് നമുക്ക് കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഹല്ലേലൂയ സ്തോത്രം. അമിത സിസ്റ്ററിനെ ദൈവം നടത്തിയ വിധങ്ങൾ, കടന്നുപോയ അനുഭവങ്ങളിൽ കൂടെയൊക്കെ ഈ ദൈവം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോഴും ഈ ദൈവം എന്നെ കൈവിടുകയില്ല, ജീവപര്യന്തം വഴിനടത്ത ഒരു ശക്തനെന്ന് തന്റെ അനുഭവത്തിലൂടെ അനുഭവിച്ചറിയാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഹല്ലേലൂയ. വീണ്ടും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. തന്റെ അനുഭവം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, ആത്മീയമായി ഒന്നും കൂടെ ദൈവത്തോടൊന്ന് അടുക്കുവാൻ, ദൈവത്തോട് അടുത്തിരുന്ന് പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ കർത്താവ് എല്ലാ സഹോദരിമാർക്കും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ആരോഗ്യത്തെ തുടർന്ന് നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മോളെ സ്തോത്രം, കാലേമോനെ ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കന്നഡ പേരിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ ഹല്ലേലൂയ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അതിനെപ്പോഴും പറഞ്ഞ പോലെ അത്
അതിരുകളില്ലാതെ എല്ലാത്തിനും ഒരു അതിരുണ്ട്. പക്ഷെ എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിന് അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ആ പിതാവിന്റെ മുമ്പിൽ നമ്മുടെ കുടുംബമായി നമ്മളെല്ലാ പ്രിയപ്പെട്ടരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മൾ പലപ്പോഴും പല നിരാശകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആ സ്തോത്രം നമുക്കിത് മതി, അല്ലെങ്കിൽ ആ ജീവനെ അങ്ങ് എടുത്തുകൊള്ളണമെന്നൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴൊക്കെയും അവിടെ കരം പിടിച്ച് വഴിനടത്തി നമ്മളെ ഉയർത്തി നിന്ദിക്കുന്നവരുടെ, പരിഹസിക്കുന്നവരുടെ, അല്ലെങ്കിൽ ആ ദൈവത്തേക്ക് നോക്കി ഇറങ്ങിയതിന്റെയൊക്കെ തിക്താനുഭവങ്ങളൊക്കെ ആണെന്നൊക്കെ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ അതിന്റെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പാൽക്കാലം നമ്മളെ കേൾപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അല്ലെങ്കിൽ ഈ ദൈവത്തെ വിട്ട് എങ്ങും പോവല്ലേ പ്രിയപ്പെട്ടവരെ, ഈ ദൈവസന്നിധി വിട്ട് നമ്മൾ എങ്ങും പോവല്ലേ പ്രിയപ്പെട്ടവരെ. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മോശ പറഞ്ഞതുപോലെ ഞാൻ എങ്ങോട്ട് പോകും? ഹല്ലേലൂയ. അതുപോലെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ എപ്പോഴും താണിരിപ്പാൻ ആവശ്യമായ ദൈവിക കൃപ കർത്താവെ അടിയങ്ങൾക്ക് തരണേന്ന് നമുക്ക് എന്നും ആത്മാർത്ഥമായി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അമ്മ സിസ്റ്റർ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ആ ദേശത്തായിരിക്കും അനേകർക്ക് പ്രയോജനമായി, ആ സഭയ്ക്ക്, ആ കുടുംബത്തിന്, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും അനുഗ്രഹ പാത്രമായി നല്ലൊരു കുടുംബമായി തീരുവാൻ തൊക്കണം. വീണ്ടും ദൈവം ഇത്രത്തോളം മാനിച്ച ദൈവം ഇനി മേലാലും എന്നെ വഴി നടത്തുന്നുള്ള ഉറപ്പും ധൈര്യവും ഒക്കെ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തൊക്കണം. കർത്താവ് ഇടയാക്കുമാറായിട്ട് ആത്മാർത്ഥമായി തുടർന്ന് നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സിസ്റ്റർ പറഞ്ഞ പ്രാർത്ഥന വിഷയമുണ്ടല്ലോ. നാളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, നമ്മൾ സ്തോത്രം പറഞ്ഞു, യാതൊരു കുഴപ്പമില്ലാതിരിക്കുക, സ്തോത്രം ചെയ്യുന്നു, ഇനി യാതൊരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പൊയ്ക്കോളാം എന്നുള്ള രീതിയിൽ പറയുന്ന ദൈവിക പ്രവൃത്തി കർത്താവ് അയച്ചതിന് ആ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മാധവനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പനിയുടെ അസ്വസ്ഥതകളൊക്കെ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഭാരപ്പെടുന്നുണ്ട്, പൂർണ്ണമായ വിടുതൽ ആശ്വാസവും കർത്താവ് നൽകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ മേരി മാത്യു ആന്റിന്റെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ നമ്മോട് പറഞ്ഞല്ലോ. തുടർന്നും ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഷീബസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്വാസം മുട്ടലും നീരും അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ മാറി. എന്നാല് സ്തോത്രം, ആ ഹിരണ്യയുടെ പ്രയാസം അത് ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ മധ്യത്തിൽ ഒരു ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ദൈവിക വിടുതൽ അനുഭവിക്കാൻ തക്കോണം ഇടയാക്കണ്ട നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവിക മറുപടി കർത്താവ് അയച്ചിരിക്കാൻ സ്തോത്രനെ നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ ആ അപ്പളെ കൊടുത്തതാണ്, ആ അപേക്ഷ കൊടുത്തതാണ്. ആ സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്ര. നമ്മൾ സിസ്റ്റർ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ എല്ലാ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പേരുകൾ വചനം ശുശ്രൂഷിച്ച സാക്ഷ്യം പറഞ്ഞ ആ കർത്തനാസ് കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഷീബ സിസ്റ്റർ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ ഹല്ലേലൂയ, സ്തോത്ര, നമ്മുടെ ആൻസിഡാന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മേരി മാത്യു ആന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷ നാളെ നടക്കുന്ന നമ്മുടെ ട്യൂസ്ഡേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മളെല്ലാവരും ഉപവാസവും പ്രാർത്ഥനയുടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ദിവസം കൂടിയാണല്ലോ. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ, ആത്മീയമായ ഉത്തേജനം പ്രാപിപ്പാൻ, ആത്മീയമായ ചൈതന്യം പ്രാപിച്ച് കൃപവരങ്ങളാൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പരിശുദ്ധാത്മന്റെ അഭിഷേകത്താൽ നിറഞ്ഞ കരങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അനുഗ്രഹപ്പെട്ട പടർന്ന് പന്തലിക്കുന്ന ഒരു ആത്മീയ വൃക്ഷമായി തഴച്ചു വളരുവാൻ ദൈവിക കൃപ കർത്താവ് കൂടെ ഉണ്ടായിരിക്കാൻ തൊക്കണം ഇടയാക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സെഷനും ഈ വൈകുന്നേരത്തെ സെഷനും നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വിശേഷ നാളെ നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാസപ്രാർത്ഥനയും ദൈവിക അനുഗ്രഹവും ഉണ്ടാവുവാൻ തൊക്കണം ഇടയാക്കേണ്ട. നമുക്ക് പ്രാർത്ഥനയോടെ എല്ലാവരും ആയിരിക്കുമ്പോൾ ഒരാളെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് നമുക്ക് ആശ്വാസം പറഞ്ഞ് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം. നല്ലവനെ, വിശ്വസനെ, വാക്കുമാറാത്തവനെ, ഹല്ലേലൂയ. കർത്താവെ, പിന്നെ ഞങ്ങൾ കർത്താവെ പൊന്നേശിന്റെ പാതപെടുത്തിൽ കർത്താവെ വരുന്നല്ലോ. കർത്താവെ വിവിധ വിഷയം കർത്താവ് സന്നിധികൾ നിരത്തി വെച്ച ആ വിഷയത്തിനെല്ലാം പ്രാർത്ഥിപ്പാന്തയുടെ ആകിയെന്ന കർത്താവ് തക്ക സദാനെല്ലാം ദൈവമേ മറുപടി തരുന്ന ദൈവമായിരുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചത് കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾ കേട്ടതുപോലെ കഥാവെ ഞങ്ങളുടെ സന്നിലല്ല, ഞങ്ങൾക്ക് ആശയം മറ്റെങ്ങുമില്ല കഥാവെ. അനവധി കഷ്ടങ്ങളിലെ കഥാവെ, അനവധി പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതം വന്നെങ്കിലും അവിടുന്ന് എല്ലാ ഞങ്ങളെ ഓരോരുത്തരെയും കഥാവ് കണ്ണിന്റെ കൃഷ്ണണി പോലെ കാത്തു സൂക്ഷിച്ച് കഥാവെ. ഹല്ലേലൂയ. അനവധി കഥാവെ കാരാഗ്രഹങ്ങളും അനവധി പൊട്ടക്കണ്ണതോടെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് കഥാവെ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്ന് കഥാവെ അവിടുന്ന് എല്ലാം കഥാവെ ആ യോസേപ്പിനെ വിടുവിച്ചതുപോലെ ഞങ്ങളെ വിടുവിച്ച പൊന്നു പിതാവേ. ഹല്ലേലൂയ. ദൈവത്തോളം ദൈവമേ 2023 ആരംഭത്തിലൂടെ കഥാവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയുടെ മുഖത്ത് കഥാവെ അടികളെ ശേഷിപ്പിച്ചെടുത്തുള്ള കായ് നന്ദി പറയുന്നു, സ്തോത്രം പറയുന്നു കഥാവെ. അടികളുടെ പുണ്യമോ നന്മയൊന്നും അല്ല, പൊന്നപ്പച്ചന്റെ പൊന്നിക്കൃപയൊന്നും മാത്രമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. വാഴ്ചന്റെ കഥാവെ
അടക്കടെ ആരെയും കുറവുള്ള ദൈവം ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം, എല്ലാവരെയും കുറവുള്ള ദൈവം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സമ്മണമായി മുറ്റുവാരങ്ങളെ ദിവസത്തെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാരെ കുടുംബമായി കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൊ നാളെ നടക്കുന്ന കർത്താവ് വാസ പ്രാർത്ഥന ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാണല്ലോ കർത്താവ്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥ അടയ്ക്കുവാൻ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കൃപ ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്ന നാളെ കർത്താവ് എല്ലാവരും ദൈവം കൂട്ടി വരുത്തണം കർത്താവ്. അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. വിവിധ വിഷയങ്ങൾ പിന്നെയും കർത്താവിന് പ്രാർത്ഥിപ്പാൻ നിർത്തി വെച്ചല്ലോ. അനുസരിച്ച് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ചിത്രം കേൾപ്പാൻ പൊന്നുപിതാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇപ്പോഴെ ദൂതനെ അവിടെ അയച്ചിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. ആ റിസൾട്ട് അനുഗ്രഹമാക്കി തീർത്തിരിക്കാൽ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. ഹല്ലേലൂയ. മാതാവിനെ ഒത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പലപ്പോഴും ശരീരത്തിൽ വളരെ അസ്വസ്യാലൊക്കെ ഭാരപ്പെടുന്നല്ലോ, പലരുടെ അസ്വസ്യാലൊക്കെ ഭാരപ്പെടുന്നല്ലോ. പരിപൂർണ്ണ സൗഖ്യം ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നാളെ വാങ്ങണ മക്കളെ യാത്രയിലെല്ലാം ദൈവത്തിന്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥങ്ങൾ ഒന്നും ഉണ്ടാവാൻ ഇടയാക്കാതെ സന്തോഷത്തോടെ ഭവനത്തിൽ തിരിച്ചു വന്ന് അടിയങ്ങൾക്ക് കർത്താവെ അനുഗ്രഹിക്കുന്ന സാക്ഷി കേൾപ്പാൻ, വിടുതന്റെ സമാധാനത്തിന്റെ സാക്ഷി കേൾപ്പാൻ ഇടയാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സാലിയാന്റിയൊത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പിതാവ് ഹോസ്പിറ്റലിലായിരിക്കുന്നല്ലോ, ആ കുടുംബത്തോട് ദൈവം കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയെല്ലാം ദൈവം അറിയുന്നല്ലോ കർത്താവെ. അടിയങ്ങൾ പറയുന്നതിന് മുമ്പേ എല്ലാം മുന്നമേ അറിയുന്ന ദൈവത്തിന്റെ കരങ്ങൾ ആ കുടുംബത്തെ തരുന്ന കർത്താവെ. അപ്പൊ ആ പിതാവിന് കർത്താവെ, ആ പിതാവിന്റെ അസ്വസ്ഥയെല്ലാം ദൈവം മാറ്റി കൊടുക്കണമേ. ദൈവമേ, പിതാവിനെ ശുശ്രൂഷിക്കാൻ സാല്യത്തെ ദൈവം ഇടയാക്കണമേ, ബലം ശക്തിയും കൊടുക്കണമേ. ഗർഭിണിയായിരിക്കുന്ന മകൾക്ക് തക്കതായ സമയത്ത് തക്ക വിടുതൽ കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബത്തോട് ദൈവം കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ കർത്താവ് ചെയ്തിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. ഹല്ലേലൂയ. മേരിയൻ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമേ കർത്താവ്. ദൈവത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ പ്രാർത്ഥന വിഷയത്തിന്മേലെല്ലാം ദൈവത്തിന്റെ കരം നീട്ടി മകളുടെ മക്കൾക്ക് ദൈവം മറുപടി കൊടുക്കുന്നതിനൊക്കെയായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, അത്ഭുതത്തിന്റെ സാക്ഷി കേൾക്കാൻ പോകുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന ശ്രീഭാഷശ്രയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, പലപ്പോഴും മകളുടെ ശരീരത്തിൽ വളരെ അസ്വസ്യാലും വേദനയാലൊക്കെ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. ഇവൻ കർത്താവെ കിരണിയുടെ പ്രയാസത്താൽ ഭാരപ്പെടുന്നല്ലോ പൊന്നുപിതാവെ. ഏത് രോഗത്തെയും സൗഖ്യമാകുന്ന കർത്താവിന്റെ കരയിൽ മകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകളെല്ലാം ദൈവം അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ് കർത്താവെ. വചനം വായിച്ച് പൊന്നുപിതാവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അവർ മെനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരുവോടെ പ്രവർത്തിക്കണമേ കർത്താവെ. അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും കഴിവില്ല കർത്താവെ. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന പൊന്നുപിതാവിന്റെ കരയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തോട് ദൈവം കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, തക്ക സമയത്ത് ദൈവം വെടിവെച്ചിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. അമിത ശുശ്രൂഷത്തെ പ്രാർത്ഥിക്കുന്നതോളം കർത്താവ് ബലത്തോട് ആരോഗ്യത്തോട് ആയുസ്സോടെ നിർപ്പാൻ ദൈവം കൊടുത്ത കൃപകളായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി അടിയങ്ങളെ കേൾപ്പിച്ചതോ ദൈവത്തെ സ്തുതിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം കർത്താവെ. ഹല്ലേലൂയ. അപ്പൊ ആ വിടുതലും സമാധാനമാക്കി തീർത്തിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ദിവസങ്ങൾ ദർശനത്തോടെ വെളിപ്പാടോടെ ദൈവം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ എഴുന്നേൽക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുതിയ കൃപയെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ മകളെ കുടുംബമായി കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരോട് പിന്നെയും സാക്ഷീകരിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്റെയും ചെറുതും വലുതും എല്ലാ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ സഹോദരന്മാരെ കുടുംബമായി കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരത്ത് ആഞ്ഞിരിക്കുന്നുണ്ട്, വിവിധ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. കുടുംബജീവിതത്തിൽ സ്വസ്ഥയില്ലാത്തവരുണ്ട്, സമാധാനം ഇല്ലാത്തവരുണ്ട് കർത്താവെ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുടുംബത്തിന്റെയും വിഷയത്തിലും ദൈവത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തോടും കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ വായ്ത്തത്വങ്ങൾ പറഞ്ഞത് ആ വായ്ത്തത്വങ്ങൾ ഈ ആണ്ടിന്റെ ആരംഭം തന്നെ നിവർത്തീകരിക്കുന്നത് കാണുവാൻ പൊന്നുപിതാവെ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തലമുറയെ ചൊല്ലിക്കറിയുന്നവരുണ്ട്, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ വിഷയത്തിലും ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അങ്ങിടയാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും ചിന്തത്തിൽ മറച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
യോവനുള്ളതെല്ലാം കഥാവെ അങ്ങ് വേലിയേറ്റി സൂക്ഷിച്ച ദൈവം കഥാവെ അടുങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം യേശുവിന്റെ രക്തത്തിൽ വേലിയേറ്റി മറിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ആർക്കൊരു അനർത്ഥങ്ങളോ ഭാരങ്ങളോ ഉണ്ടാവുക അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വിവിധ ദേശങ്ങളായിരിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പൊന്നപ്പച്ച ചിറങ്ങൾ മറിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ. ഞങ്ങളുടെ തലമുറകളെല്ലാം കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രയിലെ പോക്കിലെ വരവിലെന്തത്തിന് കരം കൂടിയിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ. അഭിഷേകം ചുമക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ ഇവിടെയാക്കണമേ. സ്കൂളിലും ഭവനത്തിൽ ചുറ്റുപാട് ദേശങ്ങളെല്ലാം അനുഗ്രഹമായി തീരട്ടെ കഥാവെ. ഗുണമായി കഥാനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോളം ബലത്തോടെ ശക്തിയോടെ ആരോഗ്യത്തോടെ ആയുസോടെ നിൽപ്പാൻ ദൈവം കൊടുത്ത കൃപളക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും വിശാലതയായി തീരട്ടെ കർത്താവെ. അനേകർക്ക് വിടുതലായി തീരട്ടെ കർത്താവെ. ഞങ്ങളുടെ മകളെ കത്താന്റെ കരുത്തത്തോളം ഉപയോഗിക്കുന്ന ദൈവത്തിന് നന്ദി പറയും സ്തോത്രം പറഞ്ഞു. പിന്നെയും കത്ത പുതുകൃപയോടെ പുതിയ അഭിഷേകത്തോടെ ദൈവം നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനായ സൗമാനെയും പരിപാലിക്കണം, സൂക്ഷിക്കണം കർത്താവെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. കുടുംബത്തെ രക്തത്തിൽ മറിച്ച് പ്രാർത്ഥിക്കുന്ന സഭയെ അനുഗ്രഹിക്കണം. പറഞ്ഞ എല്ലാ വിഷയത്തിലും ദൈവത്തിന്റെ കാര്യം പ്രവർത്തിച്ചിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. സമ്പൂർണ്ണമായിട്ടെങ്കിലും താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ട സ്നേഹത്തിനായി സ്തോത്രം മാനവും മഹത്വവും പൊന്നുപിതാവിനെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ 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 ആമേൻ.